കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചായ ഉണ്ടാക്കിയെടുക്കാം. ശംഖുപുഷ്പം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ശംഖുപുഷ്പം ചായ അല്ലെങ്കിൽ ബ്ലൂ ടീ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. സാധാരണ എല്ലാവരുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ തൊടിയിലോ വേലിപ്പറമ്പിലൊക്കെ ധാരാളമായിട്ട് വള്ളിയായിട്ട് പടർന്നു കിടക്കുന്ന ഈ പൂക്കൾ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ദഹനക്കേടിനും ശരീരവണ്ണം തടയാനൊക്കെ സഹായിക്കും അത്രേ. ഇത് വെള്ളയും വയലറ്റും പല കളറിലൊക്കെ ഉണ്ടാവില്ലേ, എല്ലാ കളറിലുള്ള പൂക്കൾക്കും ഒരേ ഗുണങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ വേരിനെല്ലാം ആരോഗ്യ ഗുണങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വയലറ്റ് കളർ പൂക്കളാണ്. ആ തെച്ചിയുടെ മേലൊക്കെ വള്ളിയായിട്ട് പടർന്നിട്ടേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലതും അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വെട്ടിയില്ല കേട്ടോ. കുറച്ച് പൂക്കൾ കളക്ട് ചെയ്തെടുക്കാം. കൂടുതലൊന്നും വേണ്ട കേട്ടോ. 2 വലിയ ഗ്ലാസ്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ ഒരു 4 പൂക്കളൊക്കെ ഇട്ടാൽ മതി. അതന്നെ മാക്സിമമാണ് വലിയൊരു ഗ്ലാസ്സിന്. ഇത്രയും പൂക്കൾ കളക്ട് ചെയ്തെടുത്തു. നല്ല ഫ്രഷ് പൂക്കളാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ശംഖുപുഷ്പം ചായ കുടിച്ചാൽ നല്ല ഓർമ്മശക്തിയും ഏകാഗ്രതയും ഒക്കെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. നല്ല ശ്രദ്ധയും ഊർജ്ജമൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അതിലുള്ള അഴുക്കുകളൊക്കെ പോകട്ടെ. എന്നിട്ട് തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാലും മതി കേട്ടോ. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങും, കളറൊക്കെ ഇറങ്ങി വരും. ഞാൻ അല്പം വെള്ളം എടുത്ത് 2 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും പൂക്കളൊക്കെ കഴുകി വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 8 പൂക്കളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിളച്ച് വരുമ്പോൾ അതിൻ്റെ കളറ് മാറി വരുന്നത് കണ്ടില്ലേ. നല്ല ചൂട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാലും കളർ ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുമായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി പൂക്കളുടെ കളറെല്ലാം അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് പറയണത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചെയ്യാം. വളരെ ചിലവ് കുറഞ്ഞ നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു വെള്ളമാണിത്. ഇതിനും ചായപ്പൊടി ഒന്നും ചേർക്കുന്നില്ല എങ്കിലും ടീ എന്നാണ് പറയുന്നത് കേട്ടോ. ശംഖുപുഷ്പം ടീന്ന്. ചെമ്പരത്തി ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കളർ ചേഞ്ച് വരുന്നതൊന്ന് കണ്ടു നോക്കൂ. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, പ്രമേഹമൊന്നും ഇല്ലാത്തവർക്ക് അതേപോലെ കഴിക്കാം കേട്ടോ. ചെറുനാരങ്ങയുടെ നീരൊഴിച്ചപ്പോൾ കളർ ചേഞ്ച് ആവുന്നത് കണ്ടില്ലേ. നല്ലൊരു വയലറ്റ് കളറായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇതേ പുളിയിൽ ഈ വെള്ളം കുടിക്കുമ്പം ഒരു പ്രത്യേക രസമൊക്കെ ഉണ്ട് കേട്ടോ. തേനൊക്കെ വേണമെങ്കിൽ ചേർത്തൊക്കെ വേണ്ടവർക്ക് കഴിക്കാം. ഞാനിതാ ഇങ്ങനെയാണ് കുടിച്ചിട്ടുള്ളത്. നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഈ ബ്ലൂ ടീ അല്ലെങ്കിൽ ശംഖുപുഷ്പം ടീയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.